ഹലോ, ഞാൻ സുലു. ഇന്ന് ഡെൻഡ്രോബിയത്തിൻ്റെ ബുറാന വൈറ്റ് എന്ന ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വെള്ള കളർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. വെള്ളപ്പൂക്കൾ നമ്മുടെ ഗാർഡനിലൊരു പ്രത്യേക ഭംഗിയും തരില്ലേ. അങ്ങനെയുള്ള ഒന്നാണ് ഈ ഡെൻഡ്രോബിയത്തിൻ്റെ ബുറാന വൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചെടി കണ്ടില്ലേ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പറഞ്ഞാൽ 2 സ്പൈക്കായിട്ട് നല്ല കൊലയായിട്ട് വന്ന പൂക്കളാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കാരണം ഒന്ന് ചരിഞ്ഞതാണ്. പക്ഷേ കുഴപ്പമില്ല, ചെടി നന്നായി ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇത് വീട്ടിലെ ചെടിയാണ് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ വെള്ളപ്പൂക്കൾ പ്രത്യേകം എടുത്തെറിയുന്നതാണല്ലേ. വലിയ കൊലകളായിട്ട് വെള്ളപ്പൂക്കൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഏത് സമയത്തായാലും നല്ല കൊലയുടെ പൂക്കൾ തരുന്ന ചെടികളാണ് ഡെൻഡ്രോബിയത്തിൻ്റെ ഈ സ്നോ വൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബുറാന വൈറ്റ് എന്ന ഈ ചെടികളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇപ്രാവശ്യത്തെ എപ്പിസോഡിൽ പറയുന്നത്. കണ്ടില്ലേ, കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് നമുക്ക് പ്ലാന്റ്സ് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. വെള്ളപ്പൂക്കൾ ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വെള്ള കളറ് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക. വെള്ള കളേഴ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്. 350 രൂപയാണ് ഈ ഡെൻഡ്രോബിയത്തിൻ്റെ ഈ മെച്യൂർഡ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കിതിനു മുമ്പും ഒരുപാട് വെറൈറ്റി, അത് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലവർ വിരിയുന്നതനുസരിച്ച് ഓരോ എപ്പിസോഡായിട്ട് ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓരോ വെറൈറ്റി ഇതിനു മുമ്പും കോമ്പാക്റ്റത്തിൻ്റെയും സീസർ യെല്ലോ വെറൈറ്റീസിൻ്റെയും അങ്ങനെ ഒരുപാട് വെറൈറ്റീസിൻ്റെ വീഡിയോ ഇട്ടല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് വൈറ്റ് ഫ്ലവേഴ്സാണ് ഒന്നിച്ച് വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഓർക്കിഡിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ പ്യുവർ വൈറ്റ് ആയിട്ട് നമുക്ക് വൈറ്റിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. പെറ്റൽസിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഒരുപാട് വെറൈറ്റീസ് വൈറ്റിൽ നമുക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നല്ല റൗണ്ട് ഷേപ്പ് പെറ്റൽസ് ആയിട്ട്, അതുപോലെ കൊലയായിട്ട് പൂക്കൾ വരുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ആട്ടോ ഇതിൻ്റെ. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലവേഴ്സായിട്ട് വരുന്നത്. നമ്മളിത് റീപോർട്ട് ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ പോട്ടിലോട്ട് മാറ്റി വെച്ച് പിന്നെ ഇത് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല ബുഷായിട്ട് വന്നിട്ട് പിന്നെ വരുന്ന ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള, കണ്ടില്ലേ, ഇതുപോലത്തെ വലിയ കൊലകളായിട്ടുള്ള പൂക്കളാണ് വരുന്നത്. കണ്ടില്ലേ, ഈ വീട്ടിലെ ഫ്ലവർ എന്ന് പറയുമ്പോൾ നോക്കിയേ എത്ര ഫ്ലവേഴ്സാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഗാർഡനിൽ നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന കളറാണ് വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഫ്ലവറിങ് മാത്രമല്ല, നമ്മുടെ മെച്യൂർ പ്ലാന്റ്സും സീഡ്ലിങ്സും ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ റീപോർട്ട് ചെയ്ത് എങ്ങനെ പോട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റ് അങ്ങനെ തന്നെ എടുത്ത് റീപോർട്ട് ചെയ്ത് വയ്ക്കാം. റീപോർട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്ലാന്റ്സ് നല്ല ബുഷായിട്ട് വളർന്ന് കിട്ടുന്നതാണ്. അതിനുശേഷം കണ്ടിട്ട് ഇങ്ങനെ നല്ല കൊലകളായിട്ട് നല്ല ഭംഗിയിലാണ് ഈ പൂക്കൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കിഡിനുള്ള ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസറും ഒക്കെ ഇടയ്ക്ക് കൊടുത്താൽ നല്ല സ്പൈക്കുകൾ പെട്ടെന്ന് വരുന്നതാണ്. അധികം കെയർ ഇല്ലാതെ തന്നെ വളർത്താൻ വരുന്ന വെറൈറ്റീസാണ് ഈ ഡെൻഡ്രോബിയം വെറൈറ്റീസ് എന്ന് പറയുന്നത് തന്നെ. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ്. അപ്പോൾ ഈ വൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ആഴ്ച ഞാൻ ഷെയർ ചെയ്തത്. ഇതാണ് ദ പ്ലാന്റ്. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഒരു സ്പൈക്ക് വന്ന് അതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു സ്പൈക്കും കൂടെ വരുന്നുണ്ട്. കണ്ടില്ലേ, അങ്ങനെ പെട്ടെന്ന് തന്നെ ഓരോ സ്പൈക്ക് വന്ന് നല്ല മെച്ചുവർ പ്ലാന്റ്സാണ് ഇതെല്ലാം തന്നെ. ഇത് കണ്ടില്ലേ, ഇത്രയും ഫ്ലവേഴ്സാണുള്ളത്. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, സിംഗിൾ അല്ല ഡബിൾ സ്പൈക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇത്രയും ഫ്ലവേഴ്സ് ആയിട്ടാണ്, കണ്ടില്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്